പ്രിയമുള്ളവരെ, നമ്മുടെ സമുദായത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഇന്ന് രാവിലെ ഒരു സഹോദരൻ ഒരു വീഡിയോ അയച്ചു തരികയുണ്ടായി. ആ വീഡിയോ നിങ്ങളൊന്ന് ആദ്യം കണ്ടു നോക്കുക. എത്രമാത്രം ലജ്ജാവഹമാണ് ഇത്തരം കൂത്താട്ടങ്ങളും ഇത്തരം തുള്ളലുകളുമൊക്കെ. സെറ്റ് സാരിയും ഉടുത്ത് അവരുടെ മാറിടവും അവരുടെ ചന്തിയും കുലുക്കിക്കൊണ്ടുള്ള ഇത്തരം തുള്ളലുകൾ, നമുക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റുമോ? ഓരോ സമുദായത്തിനും അതാത് സമുദായത്തിന്റെ ആഘോഷങ്ങളും ആചാരങ്ങളും ഉണ്ടാവും. അത്തരം ആചാരങ്ങളെയും അത്തരം ആഘോഷങ്ങളെയും അതാത് സമുദായത്തിന് വകവെച്ചു കൊടുക്കുന്നതിന് പകരം നാം അതിലൊക്കെ കയറിക്കൊണ്ട് നമ്മളുടെ ആഘോഷത്തിന്റെ ഭാഗമാണ് എന്ന് വരുത്തി തീർക്കുന്ന പ്രവണതയെ നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. എന്റെ സമുദായം പൂർവ്വ സമുദായത്തിന്റെ പല ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും അനുഗമിക്കുക തന്നെ ചെയ്യും. ഇത് അന്ത്യനാളിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, സംഗീതോപകരണങ്ങളും അതുപോലെ തന്നെ നർത്തകിമാരുടെ വ്യാപനവുമൊക്കെ അന്ത്യനാളിന്റെ അടയാളമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മറ്റൊരു ഹദീസിൽ റസൂലുള്ള പറഞ്ഞു, നരകത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ അവിടെ കാണാൻ റസൂലുള്ളാഹിക്ക് സാധിച്ചത് സ്ത്രീകളെയായിരുന്നു. കാരണമായി പല കാരണങ്ങളും റസൂലുള്ള പറയുന്നതിന്റെ കൂട്ടത്തിൽ റസൂലുള്ള പറയുകയാണ്, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തുൻ മുമീലാത്തുൻ റുഊസു ഉന്നക അസ്ലിമത്തുൽ മുഖ്തിൽ മായില ലാ യദ്ഖുലുൽ ജന്ന വലാ യജിദിന റീഹഹ. ചില സ്ത്രീകളുണ്ട്, അവർ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ അവർ വസ്ത്രം ധരിച്ചിട്ടില്ല. ഈ വീഡിയോയിൽ കണ്ടതുപോലെ ഈ കൂത്താട്ടത്തിൽ വസ്ത്രം ധരിച്ചവരെ പോലെയാണ് അവർ വസ്ത്രം ധരിച്ചത്. മറ്റുള്ളവരെ ആകർഷിക്കുവാനും അവരുടെ ശരീരത്തിന്റെ നഗ്നമായ ഭാഗങ്ങൾ കണ്ടാസ്വദിക്കുന്ന വിധത്തിലുള്ള തുള്ളലുകളും ചാട്ടലുകളുമൊക്കെ ഇത്തരം സ്ത്രീകൾ എന്താണ് ചെയ്യുന്നത്? അവര് കിളിങ്ങി നടക്കുകയാണ് മറ്റുള്ളവരെ ആകർഷിക്കുവാൻ വേണ്ടി. അത്തരം സ്ത്രീകളെ കുറിച്ച് റസൂലുള്ള പറഞ്ഞത്, ലാ യദ്ഖുലുൽ ജന്ന, അവർ സ്വർഗത്തിൽ കടക്കുകയില്ല. വലാ യജിദിന റീഹഹ, സ്വർഗത്തിൽ കടക്കുന്നത് പോയിട്ട് സ്വർഗത്തിന്റെ സുഗന്ധം പോലും പരിമളം പോലും അവൾക്ക് ആസ്വദിക്കുവാൻ കഴിയില്ല എന്നാണ്. അപ്പോൾ ഇത്തരം കൂത്താട്ടങ്ങൾ, ഇത്തരം ആഭാസങ്ങൾ കാണുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കണമെന്നാണ്. അത് ഒരു പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വത്തിന്റെ ഭാഗമാണ്. ഇതിനെതിരെ മൗനം പാലിക്കുവാൻ കഴിയുകയില്ല.